എന്റെ പ്രിയപ്പെട്ടവരെ, ആരുടെയൊക്കെ ജൽപ്പനങ്ങളിൽ നിരന്തരമായി വഞ്ചിക്കപ്പെട്ടു പോയ എന്റെ ശബ്ദം കേൾക്കുന്ന പരിസര പ്രദേശങ്ങളിലുള്ളവരോടുകൂടെ നിങ്ങൾ ഹൃദയത്തിന്റെ ജനാലകൾ തുറന്നിടണം. കാറ്റും വെളിച്ചവും കടന്നു വരുന്ന പരിസരത്ത് നിന്നിട്ട് ചരിത്രത്തിന്റെ ഇന്നലകളെ വായിച്ചു നോക്കാൻ ശ്രമിക്കണം. ഈ ആദർശം എന്നുള്ളത് ദീനാണ്. നമ്മുടെ ആദർശം എന്നുള്ളത് നമ്മുടെ ദീനാണ്. ആരിൽ നിന്നാണ് നിങ്ങൾ ദീൻ സ്വീകരിച്ചത്, ആരിൽ നിന്നാണ് നിങ്ങൾ ആദർശം സ്വീകരിച്ചതെന്ന് പരിശോധിച്ചു നോക്കണം. മഹാന്മാരായ ഇമാമിങ്ങളെ മുഴുവനും ഇസ്ലാമിന്റെ ഇതിവൃത്തത്തിന്റെ പുറത്ത് നിർത്തിയിട്ട് ജൂതചാരന്മാരായ പാശ്ചാത്യ ലോകത്തിന്റെ ഏജന്റുമാരായ ഈ വക്താക്കളിൽ നിന്നാണ് നിങ്ങൾ ആശയം കടം കൊണ്ടത്. ആ ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സമുദായത്തിൽ ഐക്യസംഘം എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ശൈഥില്യത്തിന്റെ തുന്നിച്ചേർക്കാൻ കഴിയാത്ത വലിയ മുറിവുകൾ ഉണ്ടാക്കി തീർത്തത്. അതുകൊണ്ട് ഈ വികലമായ വാദഗതികളെ പ്രതിരോധിക്കുക എന്നുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ്. മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അടിസ്ഥാനപരമായ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധമായ ഇസ്ലാമിനെ, കലർപ്പില്ലാത്ത ഇസ്ലാമിനെ, ചാഞ്ചല്യമില്ലാത്ത ഇസ്ലാമിനെ, വികലമാക്കപ്പെടാത്ത ഇസ്ലാമിനെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരായ സഹാബത്തും താബിഈങ്ങളും അയിമ്മത്തും പകർന്നു തന്ന പരിശുദ്ധമായ ഇസ്ലാമിനെ മുസ്ലിം സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ഈ മഹത്തായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേരെ പ്രത്യക്ഷപ്പെടുന്ന ഏതെല്ലാം പ്രത്യയ ശാസ്ത്രങ്ങളുണ്ടോ, ആശയ വൈകല്യങ്ങൾ പേറി നടക്കുന്ന ഏതെല്ലാം സംഘടനകളും ആശയധാരകളുമുണ്ടോ, അതിനെയെല്ലാം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ രീതികൾ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങൾ അതിന്റെ അതിർവരമ്പുകളിൽ നിന്ന് പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ആ പ്രതിരോധം തുടർന്നിട്ട് ഒരു നൂറ്റാണ്ട് പൂർത്തിയാകാനിരിക്കുകയാണ്. കേരളത്തിൽ ഏതെങ്കിലും സംഘടനകൾക്ക് അവകാശപ്പെടാനുണ്ടോ? രൂപീകരിക്കപ്പെട്ട ലക്ഷ്യം പോലും മറന്നുപോയി ലക്ഷ്യങ്ങളിൽ നിന്ന് മറ്റു പലരേക്കും ചേക്കേറി പോകുന്ന പ്രസ്ഥാനങ്ങളുടെ ഇടയിൽ ഏതൊരാദർശത്തിന് വേണ്ടിയാണോ രൂപീകരിക്കപ്പെട്ടത്, അതേ ആദർശത്തിന് വേണ്ടി ഒരു നൂറ്റാണ്ടിന്റെ പത്തരമാറ്റോടുകൂടെ ഈ രാജ്യത്തിന്റെ, നമ്മുടെ മഹത്തായ നാടിന്റെ ചരിത്രത്തിന്റെ ക്യാൻവാസിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വർണ്ണ നൂലുകളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഫാസിസം പത്തി വിടർത്തിയാടിയാലും, ആഗോള മുസ്ലിമീങ്ങൾ പ്രതിസന്ധിയിലായാലും, വിശുദ്ധമായ മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെ, നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സമുദായത്തിന് നേരെ, ന്യൂനപക്ഷങ്ങൾക്ക് നേരെ എന്തെല്ലാം ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പാക്കപ്പെട്ടാലും അതെല്ലാം ജനാധിപത്യപരമായ രീതിയിൽ നാം പ്രതിരോധിക്കുന്നതോടൊപ്പം അതേപോലെ ഒരു പക്ഷേ അതിനേക്കാൾ വലിയ ജാഗ്രതയോടുകൂടെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് നമ്മുടെ ആദർശം. ആ ആദർശ പ്രതിബദ്ധതയുടെ 100 വർഷങ്ങളാണ് ഇൻഷാ അല്ലാഹ് വരുന്ന 2026 ഫെബ്രുവരി 4 മുതൽ 8 കൂടിയ തീയതികളിൽ കാസർഗോഡിന്റെ മണ്ണിൽ വൈവിധ്യങ്ങളായ ഭാഷകളുടെ സംഗമ ഭൂമിയിൽ കേരളത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയത്തെ ഹൃദയത്തിലെത്തിയിരിക്കുന്ന ജനലക്ഷങ്ങൾ ശുഭ്രസാഗരം തീർക്കാൻ പോകുന്നത്. അത് കൺകുളിർക്ക കാണാൻ, അതിലൊരു ബിന്ദുവായി ചേരാൻ സർവശക്തനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അണഞ്ഞു പോകാതെ സൂക്ഷിക്കുക. അമാനത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനും വേണ്ടിയിട്ട് അടിയറവ് പറയാൻ പാടില്ലാത്തതാണ്. ഒരു ശക്തിയുടെ മുന്നിലും, ഒരു സ്വാധീനത്തിന്റെ മുന്നിലും, ഒരു രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ മുന്നിലും, ഏത് വിദണ്ഡവാദങ്ങളുടെ മുന്നിലും, ഒരു പ്രലോഭനങ്ങളുടെ മുന്നിലും പതറിപ്പോകാത്ത പാദത്തോടുകൂടെ, ചിതറിപ്പോകാത്ത ചിത്തത്തോടുകൂടെ വിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅയെ മുറുകെ പിടിക്കുക. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ് ലാ യഖ്ദുലുഹും ഹത്താ യഅതി അംറുല്ലാഹ്. ലോകം അവസാനിക്കുന്നത് വരെ, ആകാശം പൊട്ടിപ്പിളരുന്നത് വരെ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നത് വരെ, ഭൂമി പ്രകമ്പനം കൊള്ളുന്നത് വരെ, സത്യത്തിന്റെ ധ്വജവാഹകരായി, നേരിന്റെ വക്താക്കളായി ഖിയാമത്ത് നാൾ വരെ ഒരു വിഭാഗം എന്റെ ഉമ്മത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊന്നായ വാക്കിനോട് ഓരം ചേർത്ത് വെക്കാനുള്ള നാമമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈമാനിനെയും നമ്മുടെ കരുത്തിനെയും നമ്മുടെ ആദർശത്തെയും ഒരു ശക്തിക്ക് മുന്നിലും മടിയറവ് പറയാതെ നമ്മുടെ തലമുറകളായി പകർന്നു കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞ കാലത്ത് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയ, അതൊരു ആലങ്കാരിക പ്രയോഗമല്ല, എത്രയോ ഇമാമിങ്ങൾ മഹത്തായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ ശിരസ് ഛേദിക്കപ്പെട്ടിട്ടുണ്ട്, ശരീരങ്ങൾ വെട്ടിമുറിക്കപ്പെട്ടിട്ടുണ്ട്, നൂറുകണക്കിന് ചാട്ടവാറടികൾ ഏൽക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ മദദ് കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെയും നിങ്ങളുടെയും ആദർശം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 ജൂൺ 26 രൂപീകരിക്കപ്പെട്ടത് ഏതെങ്കിലും ഒരു പുതിയ ആദർശത്തെ കുറിച്ച് സംസാരിക്കാനല്ല.
ഏതെങ്കിലും ഒരു പുതിയ ജീവിത പദ്ധതി അവതരിപ്പിക്കാനല്ല, ഏതെങ്കിലും പുതിയ ആശയ തലങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാനല്ല, മറിച്ച് വിശുദ്ധമായ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കളങ്കമില്ലാത്ത ആദർശം അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,00,000-ൽ പരം വരുന്ന പ്രവാചകന്മാർ ഈ സമൂഹത്തോട്, ലോക മാനവ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ആദർശം, ആ ആദർശത്തെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷവും 14 നൂറ്റാണ്ടുകളോളം മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ ഒരു കലർപ്പും ഒരു രീതിയിലുള്ള പോറലും മേൽക്കാതെ സംരക്ഷിച്ചു നിർത്തിയപ്പോൾ, ഒരു പ്രത്യേകമായ കാലത്തിന്റെ ദശാസന്ധിയിൽ മലബാർ കലാപത്തിന്റെ അനന്തരമുണ്ടായിരുന്ന പ്രത്യേകമായ സാമൂഹിക സാഹചര്യത്തിൽ വിഘടനവാദത്തിന്റെ വർത്തമാനങ്ങളുമായിട്ട്, ആശയ ശൈഥില്യത്തിന്റെ സന്ദേശങ്ങളുമായിട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ ഐക്യസംഘം എന്ന് പറഞ്ഞ് സമൂഹത്തിൽ രൂപപ്പെട്ട ഈ പ്രസ്ഥാനം മുസ്ലിം സമുദായത്തെ വിശ്വാസപരമായി ശിഥിലീകരിക്കുന്ന, അവരുടെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന, അവര് മനുഷ്യന്റെ ഏറ്റവും അഭിമാനകരമായ അസ്തിത്വമാകുന്ന വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്ത് അവര് മക്കയിലുള്ള മുശ്രിക്കുകളെക്കാളും അധപ്പതിച്ചവരാണെന്ന ആശയതലങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ, ഈ ആശയങ്ങളെ അവര് കൈക്കൊണ്ടത്, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വീകരിച്ചത് നേരത്തെ പറഞ്ഞ വിനാശത്തിന്റെ വിത്ത് വിതച്ച ഈ 3 ത്രിമൂർത്തികളിൽ നിന്നാണ്. ആരാണ് ഇവര്? ഇവരെ ചരിത്രം അടയാളപ്പെടുത്തുന്നത് ഇവർ ജൂദായിസത്തിന്റെ ചാരന്മാരായിരുന്നു, സിയോണിസത്തിന്റെ പോഷക ഘടകമായിരുന്ന മാസോണിസത്തിന്റെ ഈജിപ്തിലുള്ള നേതൃത്വമായിരുന്നു, ചാരന്മാരായിരുന്നു. ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് റിള, മുഹമ്മദ് അബ്ദു, ദായിറത്തുൽ മആരിഫിൽ മാസൂനിയ എന്ന് പറയുന്ന മാസോണിസത്തിന്റെ സർവ്വവിജ്ഞാന കോശം രേഖപ്പെടുത്തുന്നത് നോക്ക് നിങ്ങൾ. 1717 മാസോണിസം എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത്. സിയോണിസം എന്ന പേരിൽ മുസ്ലിം സമുദായത്തിന്റെ ഇടയിലേക്ക് കയറി ചെല്ലാൻ കഴിയില്ല എന്ന് ജൂത ലോബികൾക്ക് തിരിച്ചറിവുണ്ടായപ്പോൾ, ഈ സിയോണിസത്തിന്റെ ഒരു പോഷക ഘടന പോലെ അതിരഹസ്യ സ്വഭാവമുള്ള ദ വേൾഡ് വൈഡ് സീക്രട്ട് സൊസൈറ്റി എന്ന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ചരിത്രത്തിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന അതിമാരകമായ സ്ലീപ്പിംഗ് സെൽ, ജൂദായിസത്തിന്റെ സ്ലീപ്പിംഗ് സെൽ, അതായിരുന്നു മാസോണിസം. ആ മാസോണിസത്തിന്റെ വക്താക്കളായിരുന്നു ഇവര് 3 പേരും. ഞാൻ ഇപ്പോ സൂചിപ്പിച്ച ദായിറത്തുൽ മആരിഫിൽ മാസൂനിയയുടെ 197-ാമത്തെ പേജിൽ പറയുന്നു, ബൈറൂത്തിലെ പ്രസിദ്ധ മാസോണിസ്റ്റ് ആയിരുന്നു ഹന്ന അബു റഷീദ്. മിസ്രിലെ മാസോണിസ്റ്റ് നേതാവായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി. അതിലെ അംഗങ്ങളെല്ലാം പണ്ഡിതരും ഭരണരംഗത്തെ പ്രഗത്ഭ വ്യക്തിത്വങ്ങളുമായിരുന്നു. അവരേതാണ്ട് 300 പേരും. പിന്നീട് അതിന്റെ നേതാവ് മുഹമ്മദ് അബ്ദുവായി, അദ്ദേഹം ഉയർന്ന മാസോണിസ്റ്റ് ആയിരുന്നു. മാസോണിസത്തിന്റെ സർവ്വവിജ്ഞാന കോശം ഈജിപ്തിലെ മാസോണിസത്തിന്റെ വക്താവായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി. അവിടെ ഏതാണ്ട് 300ഓളം ആളുകൾ അവർക്കുണ്ടായിരുന്നു. അവര് പണ്ഡിതന്മാരും ഇസ്ലാമിക വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടവരുമായിരുന്നു. പിന്നീട് മുഹമ്മദ് അബ്ദു അതിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നു എന്ന് പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരാണ് 1922 രൂപീകരിക്കപ്പെട്ട ഐക്യസംഘം എന്ന് പറയുന്ന, ഇന്ന് മുജാഹിദ് പ്രസ്ഥാനമെന്നോ ഇസ്ലാഹി പ്രസ്ഥാനമെന്നോ വഹാബിസമെന്നോ അല്ലെങ്കിൽ നജ്ദിസമെന്നോ ഏതൊക്കെയോ പേരുകളിൽ മാറി മാറി പ്രത്യക്ഷപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ ഉത്പാദകർ എന്ന് പറയുന്നത്, ആ ആദർശത്തിന്റെ പരമ്പരകൾ ചെന്നു ചേരുന്നത് ഈ 3 വ്യക്തികളിലേക്കാണ്. ഈ നമ്മുടെ നാട്ടിലുള്ള ഈ വഹാബി പ്രസ്ഥാനത്തിന്, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇവരുമായിട്ടുള്ള ആശയപരമായ ബന്ധത്തെ, പൊക്കിൾ കൊടി ബന്ധത്തെ നിഷേധിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. അവരുടെ തന്നെ പുസ്തകങ്ങൾ പറയുന്നു നോക്ക് നിങ്ങൾ. MI മുഹമ്മദ് സുല്ലമി ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകത്തിന്റെ 14-ാമത്തെ പേജിൽ പറയുന്നു, ജമാലുദ്ദീൻ അഫ്ഗാനി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദ, സയ്യിദ് റഷീദ് റിള, ബ്രാക്കറ്റിൽ അല്ലാഹു അവരെ അനുഗ്രഹിക്കട്ടെ, തർലിയത്ത് ചൊല്ലിയിട്ടാണ് MI സുല്ലമി ഈ 3 പേരെ പരിചയപ്പെടുത്തുന്നത്. തുടങ്ങിയവരുടെ ചിന്തകളാണ് കേരളത്തിലെ പരിഷ്കർത്താക്കളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത്. മതനവീകരണവാദവുമായി, ഇസ്ലാമിക പരിഷ്കരണവാദവുമായി, പുതിയ തൗഹീദിന്റെ വർത്തമാനവുമായി നമ്മുടെ സമൂഹത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ട ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ, ഈ പറയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ
ആശയപരമായ കടപ്പാടെന്ന് പറയുന്നത് ജമാലുദ്ദീൻ അഫ്ഗാനിയോടും ഷെയ്ഖ് മുഹമ്മദ് അബ്ദയോടും സയ്യിദ് റഷീദ് റിളയോടുമാണ് എന്ന് അവരുടെ പുസ്തകം തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, അതേ പുസ്തകത്തിന്റെ തന്നെ 25-ാമത്തെ പേജിൽ MI സുല്ലമി എഴുതി വെച്ചതായിട്ട് കാണാം, ഇവരോടുള്ള നമ്മുടെ ആശയപരമായ ആദർശപരമായ പ്രതിബദ്ധത കൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ പോലും, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങളിൽ പോലും റിസാലത്ത് തൗഹീദ് എന്ന മുഹമ്മദ് അബ്ദയുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ കരുതിയോ ഇവര് ചില്ലറക്കാരാണെന്ന്? ഇവരെത്രമാത്രം വലിയ അപകടകാരികളാണെന്ന് അറിയുമോ? മഹാനായ സൈനി ദഹ്ലാൻ ഇവരെ വിശേഷിപ്പിച്ചത് ഇസ്ലാമിക ലോകത്ത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ വിനാശത്തിന്റെ ത്രിമൂർത്തികൾ എന്നാണ്. മഹാനായ ബൈറൂത്തിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന, മദീനയിലെ മുദരിസായിരുന്ന അഭിവന്യനായ സയ്യിദ് യൂസുഫ് നബ്ഹാനി റഹിമഹുല്ല ഇവരുമായിട്ട് സമ്പർക്കപ്പെട്ടതിന്റെ അനുഭവങ്ങൾ തന്റെ ചരിത്ര രേഖകളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണാം. തോന്നിയതുപോലെ മതത്തെ വ്യാഖ്യാനിച്ചവർ. കാരണം ഇവർ അച്ചാരം വാങ്ങിയിരിക്കുന്നത് ബ്രിട്ടനോടാണ്, പാശ്ചാത്യ ലോകത്ത് നിന്നാണ്. മുസ്ലിം സമുദായത്തിൽ ജൂദായിസം നടപ്പിലാക്കാൻ ഇസ്ലാമിന്റെ അന്തസത്തയെ തകർത്തെറിഞ്ഞുകൊണ്ട് കേവലം വരണ്ട ആശയധാരയായി, ഊശ്വരമായ ആശയങ്ങളുടെ ഭൂമികയായി വിശുദ്ധമായ ഇസ്ലാമിനെ പരിവർത്തിതപ്പെടുത്തുക എന്ന കൃത്യമായ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തിലേക്ക് നുഴഞ്ഞു കയറിയ വിനാശത്തിന്റെ വിത്ത് വിതച്ച ഈ ത്രിമൂർത്തികൾ, ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയെ അദ്ദേഹത്തിന്റെ ഏറ്റവും അപകടകരമായ വാദം, അർശിന്റെ അധിപനായ അള്ളാന്റെ സവിധത്തിൽ നിന്ന് മലക്ക് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വഹി, ആ പരിശുദ്ധമായ വഹി, ആ വഹിയുടെ അതേ വാല്യൂ തന്നെയുണ്ട് ഒരു മനുഷ്യന്റെ ആശയപരമായ ആലോചനകൾക്ക്, ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക്, ഒരു മനുഷ്യന്റെ നിർദ്ധാരണ ശേഷിക്ക്. നമ്മുടെ അഖലും നമ്മുടെ ബുദ്ധിയും വഹീനോട് കിടപിടിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ തോന്നിയ രീതിയിൽ വായിത്തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയധാരകളെ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള ചൂണ്ടുപലകകൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത മനുഷ്യൻ ഇതേ ജമാലുദ്ദീൻ അഫ്ഗാനിയെ തഖ്ലീദ് ഒരു പഠനമെന്ന വഹാബി പ്രസ്ഥാനം പുറത്തിറക്കിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുസ്തകത്തിൽ ജമാലുദ്ദീൻ അഫ്ഗാനിയെ പരിചയപ്പെടുത്തുന്നത് ഒരു നക്ഷത്രം ഉദിച്ചു എന്നാണ്. ജമാലുദ്ദീൻ അഫ്ഗാനിയെ തഖ്ലീദ് ഒരു പഠനം എന്ന പുസ്തകത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത്, തഖ്ലീദ് ഒരു പഠനം എന്ന പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത് ഒരു നക്ഷത്രം ഉദിച്ചു എന്നാണ്. ആരാണ് ഈ നക്ഷത്രം? ജമാലുദ്ദീൻ അഫ്ഗാനി. ഇസ്ലാമിക ലോകത്ത് വലിയ രീതിയിലുള്ള വിള്ളലുണ്ടാക്കിയ ഈ മനുഷ്യനെയാണ് ഈ ഒരു നക്ഷത്രം ഉദിച്ചു എന്ന രീതിയിൽ തങ്ങളുടെ ആശയത്തിന്റെ ഏറ്റവും വലിയ കടപ്പാടുള്ളവരായി അവതരിപ്പിക്കപ്പെടുന്നത്. ഈ ആശയധാര, ഈ മൂന്നാളുകളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ട ആശയങ്ങളാണ് പിന്നീട് നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. ആ ശ്രമങ്ങളുടെ ഭാഗമായി കേരളക്കരയിൽ ഒരു പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഏറ്റവും വലിയ പുഴുക്കുത്തുണ്ടാക്കിയ ഈ ആശയധാരകൾ ഗൾഫ് സലഫിസത്തിൽ നിന്ന് വ്യത്യസ്തമായി റാഡിക്കൽ വഹാബിസമാണ്. ഗൾഫ് സലഫിസമെങ്കിൽ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും മതത്തെ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനുള്ള അനുമതി നൽകിയ പ്രസ്ഥാനമായിരുന്നു ഈജിപ്ഷ്യൻ വഹാബിസം. ആ ഈജിപ്ഷ്യൻ വഹാബിസത്തെ നമ്മുടെ നാട്ടിലേക്ക് പറിച്ചു നടാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴാണ്, അതിന്റെ അപകടങ്ങൾ മണത്തറിഞ്ഞപ്പോഴാണ് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ അസ്തിത്വപരമായ പ്രതിസന്ധി കേരളത്തിലുള്ള മുസ്ലിം സമുദായം നേരിടേണ്ടി വരും. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ പിഴച്ചവാദങ്ങളും പ്രസ്ഥാനങ്ങളും രംഗപ്രവേശനം ചെയ്തിട്ടുണ്ടെങ്കിലും അക്കാലം അത്രയും കേരളത്തിൽ ഇസ്ലാമിന്റെ പൈതൃകങ്ങൾ പോറലേൽക്കാതെ കാത്തു സൂക്ഷിച്ചു വന്നിരുന്നു. ആ പരിസരത്തേക്ക് വഹാബിസത്തിന്റെ ആശയം കടന്നു വന്നപ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ച മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കേരളത്തിന്റെ തെരുവുകളിലൂടെ മുഴുവൻ, ഗ്രാമാന്തരങ്ങളിൽ മുഴുവൻ, ഓരോ പള്ളികളും ഓരോ ഇടങ്ങളിലും ചെന്ന് അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന മഹാരഥന്മാരായ നമ്മുടെ ഉലമായിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അവസാനം 1926 ജൂൺ 26 കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് ഒരു കാലഘട്ടത്തിന്റെ കുതുബായിരുന്ന മുസ്ലിം സമുദായത്തിന്റെ ആശാകേന്ദ്രമായിരുന്ന വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ ദൈർഘ്യമേറിയ പ്രാർത്ഥനയിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകിയത് സാമ്രാജ്യത്വത്തിന്റെ സൃഷ്ടിയായ ഇസ്ലാമിനെ ആശയപരമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറ് നിന്ന് ആചാരം വാങ്ങി പുറപ്പെട്ട വിനാശത്തിന്റെ വിത്ത് വിതച്ച ത്രിമൂർത്തികളിൽ നിന്ന്
നിന്ന് ആശയം സ്വീകരിച്ചിട്ട് കേരളത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിലേക്ക് ബിദ്അത്തിന്റെ കരിനാഗങ്ങൾ പത്തിവിടർത്തിയ ആ കാലഘട്ടത്തിൽ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഇതിന്റെ അപകടങ്ങളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ പിഴച്ചബാധങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയുണ്ടായി. റഷീദ് റിള 1930കളിൽ ഈജിപ്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ 1933 സമസ്തയുടെ 6ാം വാർഷിക ഐതിഹാസിക മഹാസമ്മേളനം ഫറോക്കിൽ വെച്ച് നടന്നപ്പോ അവതരിപ്പിക്കപ്പെട്ട ഒട്ടനവധി പ്രമേയങ്ങളുടെ കൂട്ടത്തിൽ മഹത്തായ നമ്മുടെ നേതൃത്വം, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നേതൃത്വം റഷീദ് റിളക്കെതിരെ പ്രമേയം പാസാക്കുകയുണ്ടായി. ഇന്നത്തെ ആശയവിനിമയ കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളൊന്നും വികാസം പ്രാപിച്ചിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ പോലും നമ്മുടെ ഉലമാ ഇന്ന് ലോകത്തിന്റെ ഇസ്ലാമിക സ്പന്ദനങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു എന്ന നിദർശനമാണ്, കൃത്യമായ തെളിവാണ് ആ പ്രമേയം. റഷീദ് റിളയുടെ തഫ്സീറുൽ മനാറും അൽ മനാറും അപകടകരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതും അവരുടെ മേൽ റളിയല്ലാഹു അൻഹു പറയാൻ പാടില്ല എന്ന് മുസ്ലിം സമുദായത്തെ ഓർമ്മപ്പെടുത്തിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 80 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിന്നീട് ചിലരെങ്കിലും റഷീദ് റിളയെയും മുഹമ്മദ് അബ്ദയെയും ജമാലുദ്ദീൻ അഫ്ഗാനിയെയും തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവരുടെ ആദർശപരമായ വൈകല്യങ്ങളെ ചൂണ്ടിക്കാണിച്ചതിന്റെ 80 വർഷങ്ങൾക്ക് ശേഷമാണ്. എന്നാലും ഇന്നും നിങ്ങളുടെ ആദർശങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് ഇവരിലേക്കും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലേക്കുമാണ്. അത്